hands. ISS, this is Houston. Explorer, this is Houston. Go ahead, Houston. Mission abort. Repeat. Mission abort. Initiate emergency disconnect from Hubble. Begin re-entry procedure. ISS, initiate emergency evacuation. Explorer, this is Kowalski confirming visual contact with debris. Debris is from a BSC sat. Repeat. I am. Dr. Stone requesting faster transport. We have to go. We have to go. Go. On track. Look, we need to get the hell out of here. Need some help there, man? No, don't wait for us. He's stuck! Man down! Houston, this Man is down! Copy. Houston, Explorer's been hit. Explorer's been Astronaut is off structure. Dr. Stone is off structure. Dr. Stone, detach. You must detach. If you don't detach that arm for the carry you... ഗ്രാവിറ്റി സിനിമയുടെ ഓപ്പണിംഗ് സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന എന്തൊക്കെയോ ഈ ബഹിരാകാശ സഞ്ചാരികളുടെ പേടകത്തെ വന്നിടിക്കുകയും തുടർന്ന് എല്ലാം നശിക്കപ്പെടുന്നു. ആകെ മൊത്തം ഭയാനകമായ ഒരവസ്ഥ. അവരുടെ മിഷൻ തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു. അവരിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതും നമ്മൾ കണ്ടു. ഇതൊരു സിനിമയാണ്, ഒരു സാങ്കല്പികമായ സാഹചര്യമാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ വിശ്വസിക്കില്ല. ഇത് വെറും സാങ്കല്പികമായ സാഹചര്യമല്ല. ഇന്നും നമ്മുടെ ബഹിരാകാശ നിലയത്തിന് അതിൻ്റെ പാതയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യം വരാറുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ ചിന്നിച്ചിതറുന്ന ബഹിരാകാശ നിലയവും സെക്കൻഡുകൾക്കുള്ളിൽ മരണം സംഭവിക്കുന്ന ബഹിരാകാശ സഞ്ചാരികളെയും നമ്മൾ കാണേണ്ടി വരും. എന്താണ് ഇവരെ വന്നിടിച്ചത്? ഒരു വെടിയുണ്ടയുടെ 10 മടങ്ങ് വേഗത്തിൽ ഭൂമിക്ക് ചുറ്റും അതിവേഗത്തിൽ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പേസ് ഡെബ്രി അഥവാ ഉപയോഗശൂന്യമായ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവ. വേസ്റ്റ് തന്നെ. ഇന്ന് മനുഷ്യർ നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന്. ഭൂമിയിൽ നമ്മൾ എങ്ങനെ മാലിന്യങ്ങൾ നീക്കം ചെയ്യും, എങ്ങനെ അവയെ സംസ്കരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ബഹിരാകാശത്തും മാലിന്യങ്ങളോ എന്ന്. ഇന്ന് നമ്മൾ റീയൂസബിൾ റോക്കറ്റുകളുടെ കാലത്തിലേക്ക് കടന്നു. അഥവാ ഒരു തവണ വിക്ഷേപിച്ചാൽ വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുകയും തുടർന്ന് വീണ്ടും ഉപയോഗിക്കാവുന്ന റോക്കറ്റുകൾ. എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ വിക്ഷേപിച്ച റോക്കറ്റുകളുടെ ഭാഗങ്ങൾ നമ്മൾ ബഹിരാകാശത്ത് തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. ഇവയിൽ ചിലത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് പ്രവേശിച്ച് കത്തി അമരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവ ബഹിരാകാശത്ത് തന്നെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നിയന്ത്രണമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾ, റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ തുടങ്ങിയവ തമ്മിൽ കൂട്ടിയിടിക്കുകയും വീണ്ടും പല ഭാഗങ്ങളായി ചിന്നിച്ചിതറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതൽ അപകടകരം. ബഹിരാകാശത്തെ മാലിന്യങ്ങൾ നിറയുന്നത് കൊണ്ട് വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭാഗത്തേക്ക് പിന്നീട് ഒരിക്കലും നമുക്ക് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനോ യാത്രകൾ നടത്താനോ സാധിക്കില്ല എന്നുള്ളതാണ്. ബഹിരാകാശ സഞ്ചാരികളുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയാണ് വന്നു ചേരുന്നത്. പഠനങ്ങൾ പറയുന്നത് 13 കോടിയോളം വസ്തുക്കൾ ഇങ്ങനെ ബഹിരാകാശത്ത് നിയന്ത്രണമില്ലാതെ ഭൂമിക്ക് ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഉപയോഗശൂന്യമായ സാറ്റലൈറ്റുകൾ, സ്റ്റാർ ട്രെക്ക് സിനിമാ നിർമ്മാതാവിൻ്റെ ചിതാഭസ്മം, എലോൺ മസ്കിൻ്റെ ടെസ്ല റോഡ്സ്റ്റർ കാർ, ബഹിരാകാശ സഞ്ചാരികൾ അവരുടെ ജോലിക്കിടെ നഷ്ടപ്പെട്ട പണിയായുധങ്ങൾ, അവരുടെ ക്യാമറ എല്ലാം ഇതിൽപ്പെടും. Guys, I gotta tell you, I think my SPAC has escaped. ചില ശാസ്ത്രജ്ഞന്മാർ സ്പേസിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് ഈ സ്പേസ് ഡെബ്രികൾ, അതായത് മാലിന്യങ്ങൾ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ space-1 സർവീസർ ഒരു സ്പേസ് റോബോട്ടാണ്. ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ഇത്. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സ്പേസ് എക്സ്പ്ലോറേഷൻ സേഫ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് ഒരു വലിയ കാൽവെപ്പ്. വളരെ സങ്കീർണതകളും പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടുമുള്ള ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കക്കാരൻ. ഇതിനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 99% വസ്തുക്കളും 10 സെൻറ്റിമീറ്ററിനേക്കാളും ചെറുതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ സഞ്ചാരപാത നിർണ്ണയിക്കൽ സാധ്യമല്ല. ഇവ ബഹിരാകാശത്ത് മണിക്കൂർ 18,000 മൈൽസ് വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സാറ്റലൈറ്റിനെയോ സ്പേസ് സ്റ്റേഷനെയോ റോക്കറ്റിനെയോ ഇവ വന്ന് ഇടിക്കുന്നത് വരെ ഇവയുടെ സ്ഥാനം നിർണ്ണയിക്കുക പോലും സാധ്യമല്ല. ഒരു വലിയ സാറ്റലൈറ്റിനെ മൊത്തം നശിപ്പിക്കാൻ ഇത്തരം ഒരു ചെറിയ കഷ്ണം വേസ്റ്റ് മതി. നമുക്കറിയാവുന്ന ഇത്തരം 500-ൽ അധികം കൂട്ടിയിടികളും പൊട്ടിത്തെറികളും നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒന്നാണ് 2009 സംഭവിച്ചത്. ഇറിഡിയം 33 എന്ന ഒരു സാറ്റലൈറ്റ്
സർവീസിൽ നിന്നും വിരമിച്ച ഒരു റഷ്യൻ സാറ്റലൈറ്റുമായി കൂട്ടിയിടിച്ചു. തുടർന്ന് ഉണ്ടായ പൊട്ടിത്തെറിയിൽ ആയിരക്കണക്കിന് പുതിയ ഭാഗങ്ങളായാണ് ഇവ ചിന്നിച്ചിതറിയത്. ഇത് കാരണമായിട്ട് ഈ കഷ്ണങ്ങളുമായി കൂട്ടിയിടി ഒഴിവാക്കാൻ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിൻ്റെ സഞ്ചാരപാത തന്നെ പല സമയങ്ങളിലായിട്ട് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ കഷ്ണങ്ങളുടെ പാത നിർണ്ണയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവ നീക്കം ചെയ്യാനും ഇന്ന് വരെ നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ള പ്ലാൻ വലിയ വസ്തുക്കളെ നീക്കം ചെയ്തുകൊണ്ട് ഒരു ക്ലീനിങ് ഉദ്യമത്തിന് തുടക്കമിടാമെന്നാണ്. ഇവ നീക്കം ചെയ്താൽ മറ്റുള്ള സ്പേസ് ഡെബ്രിയുമായി കൂട്ടിയിടിച്ച് കൂടുതൽ കഷ്ണങ്ങളായി മാറുന്നത് തടയാൻ പറ്റും. ക്ലിയർ സ്പേസ് 1 മിഷൻ്റെ ചീഫ് എഞ്ചിനീയർ മൂരിയൽ റിച്ചാർഡ് നോക്ക അവരുടെ ദൗത്യത്തിന് പിന്നിലെ ഐഡിയ എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ റോഡിനരികിൽ നിങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് സഹായത്തിനായി ഒരു ടോ ട്രക്കിനെ വിളിക്കുകയും അവർ വന്ന് കാറിനെ അവിടുന്ന് നീക്കം ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് ദൗത്യങ്ങളിൽ ഒരു സുപ്രധാന മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. ബഹിരാകാശത്ത് വെച്ച് ഒരു സാറ്റലൈറ്റിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് അവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ള ഒരു സാധ്യത യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ക്ലിയർ സ്പേസ് മിഷൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി പാർട്ട്ണർഷിപ്പിൽ 2013 വേഗ റോക്കറ്റ് ബഹിരാകാശത്ത് ഉപേക്ഷിച്ച് പോന്ന സെക്കൻഡറി പേലോഡ് അഡാപ്റ്ററിനെ പിടിച്ചെടുക്കുകയും അവിടുന്ന് നീക്കം ചെയ്യാനുള്ള പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നാമെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിവേഗത്തിൽ ഓർബിറ്റിൽ അനിയന്ത്രിതമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ കണ്ടുപിടിച്ച് പിന്നാലെ പോയി പിടിച്ചെടുക്കണം. അതായത് ഈ പേലോഡ് അഡാപ്റ്റർ ഭൂമിക്ക് ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് സ്വന്തമായി പല ദിശകളിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ക്ലിയർ സ്പേസ് റോബോട്ട് ഇതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ കൂടെ കറങ്ങണം. എന്നിട്ട് ഇതിൻ്റെ റോബോട്ടിക് കൈകൾ നീട്ടുകയും അതിനെ അതിൻ്റെ വലയത്തിലാക്കുകയും ചെയ്യും. ശേഷം അതിനെ കൺട്രോൾ ചെയ്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുകയും പിന്നെ അവിടുന്ന് കത്തി അമരുകയും ചെയ്യുന്നതാണ്. ഇപ്പോഴും ബഹിരാകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമ്മൾ വളരെ ചെറുപ്പമാണ്. ഇനിയുള്ള നമ്മുടെ പഠനങ്ങളും യാത്രകളും സാധ്യമാക്കാൻ ബഹിരാകാശം ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ബഹിരാകാശം വലുതാണെങ്കിലും ഇതിൽ എത്രത്തോളം ഉപയോഗപ്രദമാണെന്നുള്ളത് ഇത് എത്രത്തോളം ക്ലീൻ ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഇതിനുള്ള പരിഹാര നടപടികൾ തുടങ്ങണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ട്. സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിങ്ക് ടെക്നോളജി യാഥാർത്ഥ്യമാക്കാൻ 42,000 സാറ്റലൈറ്റുകളാണ് വിക്ഷേപിക്കാൻ തീരുമാനമായത്. 42,000 സാറ്റലൈറ്റുകൾ. ഇതിൽ 1500 എണ്ണം ഓൾറെഡി വിക്ഷേപിച്ചു കഴിഞ്ഞു.